നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്റർ മയാമി വാൻകൂവർ വൈറ്റ് ക്യാപ്സിനോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോറ്റിരിക്കുകയാണല്ലോ. തോൽവിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുകയാണ്. മയാമിയുടെ പ്രശ്നം എന്താണ് എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട്, അടുത്ത കളിയിൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കോച്ച് ഹാവിയർ മഷ്റാനോ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു ടീം എന്ന നിലയിൽ കാര്യങ്ങൾ പഠിച്ച് ബുധനാഴ്ച തിരിച്ചു വരേണ്ടതുണ്ട്. ഈ മത്സരം തോറ്റു, ശരിയാണ്. ഇതിൻ്റെ പ്രൈമറി ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. പ്രാഥമിക ഉത്തരവാദിത്വം എനിക്കാണ്. ടീമിൽ പക്ഷേ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് തുടരുകയും ചെയ്യും. നമുക്ക് അടുത്ത കളിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. മത്സരം വിജയിക്കാനേ ഉള്ളൂ. ഗോൾ അടിക്കണം, ഗോൾ തിരിച്ചു വാങ്ങാതിരിക്കണം. നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് വാൻകൂവർ വൈറ്റ് ക്യാപ്സിൻ്റെ മേലെയാണ്. അവർക്കാണ് ഇതിൽ പ്രഷർ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോളോ സെക്കൻഡ് ബോളോ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ബോൾ നമ്മൾ വിൻ ചെയ്യുന്നില്ലെങ്കിൽ മത്സരം പിടിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്തായാലും എങ്ങനെ കളിക്കണം, മയാമിയിൽ എങ്ങനെ കളിക്കണം, എങ്ങനെ അവരെ ഹേർട്ട് ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൂടുതൽ ബെറ്റർ ആയിട്ട്, ഇന്ന് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ആ മത്സരത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ടാണ് കളിച്ചത്. ഹൈ പ്രഷർ നമ്മൾ കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടതുണ്ട് എന്നും അറിയാമായിരുന്നു. പ്രസിംഗ് ഹൈ മീൻസ് യു ഹാവ് ടു പ്ലേ 1-on-1. പക്ഷേ നമ്മുടെ ഡിഫൻസ് ബെറ്റർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും കളി തോറ്റു രണ്ടാം പാദത്തിൽ. ഇനിയിപ്പോൾ ഈ കടം വീട്ടാൻ കഴിയുമോ ഇന്റർ മയാമിക്ക് എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ പിന്നെ ഫൈനൽ കാണാതെ പുറത്തു പോകേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.